മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ 4ാം ദിവസവും പരിശോധന തുടരുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തി. പരിശോധന ഉടൻ ആരംഭിക്കും. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ ചെയ്യുന്നു. റഹീസ്, 4ാം ദിവസത്തെ പരിശോധനയാണ്. ഇന്നലെയാണ് നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചത്. 6ാം സ്പോട്ടിലായിരുന്നു ആ പരിശോധന. ഇന്നും ഈ 6ാം സ്പോട്ട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന. കൂടുതൽ ഇടങ്ങളിലേക്ക്, കൂടുതൽ വനപ്രദേശത്തേക്ക് പരിശോധന കടക്കാൻ സാധ്യതയുണ്ടോ? സുഹൈൽ, ഇന്നത്തെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. പരിശോധന ഇപ്പോൾ നടക്കുന്നത് 7ാം സ്പോട്ടിലാണ്. ഈ 7ാം സ്പോട്ടും നേത്രാവതി പുഴയോട് ചേർന്നുള്ള വനമേഖലയിൽ ഉള്ളിലാണ് പരിശോധന നടക്കുന്നത്. ഇന്നലെ 6ാം സ്പോട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് തെരച്ചിൽ നടക്കുന്ന 7ാം സ്പോട്ട് നമുക്ക് ഒരു തരത്തിലും കാണാൻ കഴിയാത്ത വനത്തിന് ഉള്ളിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇടയിലേക്ക് കയറിപ്പോയ ചില വഴികളൊക്കെ ഉണ്ട്. ചില ഇടവഴികളൊക്കെയും ഇന്ന് പോലീസ് അടച്ചിട്ടുണ്ട്. അതുകൂടി അടച്ചിട്ടുള്ളൊരു പരിശോധനയാണ്. ഒരാൾ പോലും അകത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും കാണാൻ കഴിയാത്ത രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. എന്തായാലും മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും മഴ മാറി നിൽക്കുന്നത് തെരച്ചിൽ നടത്താൻ കൂടുതൽ ഉപകാരപ്രദമാകും. കൂടുതൽ ആഴത്തിൽ തന്നെ പരിശോധിക്കാനാണ് തീരുമാനം. ഇന്നലെ 2.5 അടി കുഴിച്ചപ്പോഴാണ് അസ്ഥിയുടെ ചില ഭാഗങ്ങളൊക്കെ തന്നെയും കിട്ടിയത്. പക്ഷേ ഇന്ന് അതിലും താഴേക്ക് കുഴിക്കുമെന്നാണ് ചില SIT വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏറ്റവും പ്രധാനം, ഇന്നലെ കണ്ടെത്തിയ ഈ അസ്ഥിഭാഗങ്ങളിൽ ചിലത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 5 എണ്ണം പല്ലിന്റെ ഭാഗങ്ങളാണ്. ഒപ്പം തന്നെ 1 താടിയെല്ല് കിട്ടിയിട്ടുണ്ട്. 2 തുടയെല്ലുകൾ. ഒപ്പം തന്നെ ബാക്കിയുള്ള എല്ലുകളൊക്കെയും പൊട്ടിയ അവസ്ഥയിലാണ് നിലവിലുള്ളത്. അങ്ങനെ ചില ഭാഗങ്ങൾ കൂടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 ഭാഗങ്ങളാണ്, പൊട്ടിയ ഭാഗങ്ങൾ ഉൾപ്പെടെ 15 ഭാഗങ്ങളാണ് ഇന്നലെ കണ്ടെത്തിയത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ചിലതെന്നൊക്കെയെങ്കിലും പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ വിശദമായി പരിശോധിക്കാനായി ബംഗളൂരുവിലെ FSL ലാബിലേക്ക് ഇത് ഉടൻ തന്നെ അയക്കുന്നതാണ്. ശേഖരിച്ച അസ്ഥിഭാഗങ്ങൾ ഇന്ന് തന്നെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകാനും തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ പരിശോധന ഒരു ഘട്ടത്തിൽ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ചില തൊഴിലാളികളൊക്കെയും തിരിച്ചു വരുന്നതായി കൂടി കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇനി മറ്റൊരു സ്പോട്ടിലേക്ക് തെരച്ചിൽ ഒരുപക്ഷെ വ്യാപിപ്പിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പല്ല. എന്നാലും ഇവിടെ നിന്ന് കുറച്ച് തൊഴിലാളികൾ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഈ ഒരു വഴിയിൽ കൂടി വരുന്ന ആളുകളെ മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് ഉൾക്കാട്ടിലേക്കാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഒക്കെ ന്യായീകരണങ്ങളും വാദങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടെത്തുമ്പോഴും SIT അതിന്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സുഹൈൽ, എന്തായാലും ഇന്നും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനാകുമോ എന്ന ഒരു ആകാംക്ഷ നമ്മൾക്കുണ്ട്. അതോടൊപ്പം തന്നെ 7ാമത്തെ സ്പോട്ടിലാണ്, എന്നാൽ 6ാം സ്പോട്ടിലായിരുന്നു അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. 7ാം സ്പോട്ടിലാണ് കുറച്ചുകൂടി കോൺഫിഡൻഷ്യലായ ഒരു പരിശോധന, തെരച്ചിലാണ് ഇന്ന് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിശദാംശങ്ങളാണ് റഹീസ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.